ലോക ചാപ്റ്റർ 1 ചന്ദ്ര ചരിത്ര വിജയം നേടിയതോടെ നമ്മുടെ കൊച്ചു മോളിവുഡിലും ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉദയം കൊണ്ടു. ചാത്തനും മുടിയനും മാടനുമൊക്കെയായി ഈ ഫിലിം ഫ്രാഞ്ചൈസിയിൽ ഇനിയും നിരവധി ചിത്രങ്ങൾ പുറത്തിറങ്ങും. ടൊവിനോ തോമസും ദുൽഖർ സൽമാനും മമ്മൂട്ടിയുമെല്ലാം നായകന്മാരാകും. അവയിൽ കൂടുതൽ താരങ്ങളുടെ സർപ്രൈസ് ക്യാമിയോകളും ഉണ്ടാകും. പതിയെ എൻഡ് ഗെയിമിന് സമാനമായ ഒരു അവസാനവും. ഇതുവരെ പറഞ്ഞതൊക്കെ ഭാവിയിലെ പ്രതീക്ഷകളാണ്. എന്നാൽ അടുത്ത് പറയുന്നത് കേട്ട് നിങ്ങൾ ഞെട്ടരുത്. നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ സിനിമാറ്റിക് യൂണിവേഴ്സുകൾ അങ്ങനെ വാഴാറില്ല. ആദ്യം കൊട്ടിഘോഷിച്ച് വൻ ഹൈപ്പുമായി വന്ന് അവസാനം പൊടിയും തട്ടി അവരുടെ പാട്ടിന് പോകുന്ന സംവിധായകരും നടന്മാരും നിർമ്മാതാക്കളും കുറച്ചു കാലമായി ഇന്ത്യൻ പ്രേക്ഷകരെ വിഡ്ഢികളാക്കുകയാണ്. ആദ്യം ഒരു ചിത്രം അങ്ങ് റിലീസ് ചെയ്യും. അത് വിജയമായാൽ പിന്നെ പ്രേക്ഷകർ ഫാൻ തിയറികളും പ്രതീക്ഷകളുമായി അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കും. എന്നാൽ അങ്ങനെയൊന്ന് ഒരിക്കലും സംഭവിക്കില്ല. ഇനി സംഭവിച്ചാലോ അതിന് ആദ്യ ഭാഗത്തിൻ്റെ നിലവാരവും ഉണ്ടാകില്ല. ഇതാണ് അവസ്ഥ. 2019 അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ഇന്ത്യയിൽ ലഭിച്ച വൻ സ്വീകാര്യതയാണ് ഈ തട്ടിക്കൂട്ട് സിനിമാറ്റിക് യൂണിവേഴ്സുകൾ തുടങ്ങാൻ പ്രേരണയായത്. അന്ന് ആ ചിത്രത്തിന് ഇന്ത്യയിൽ നിന്ന് 300 കോടിയിലധികം നെറ്റ് കളക്ഷനായി മാത്രം ലഭിച്ചു. പല സൂപ്പർ താരങ്ങൾക്കും അന്ന് ഈ സംഖ്യ വെറും സ്വപ്നം മാത്രമായിരുന്നു. അപ്പോഴാണ് ഒരു ഹോളിവുഡ് ചിത്രം അവരുടെ തട്ടകത്തിൽ വന്ന് ഈ തുക അടിച്ചു കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ടും അസൂയ തോന്നും. പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ ഒരു നാണം കെട്ട കോപ്പിയടി ട്രെൻഡുണ്ട്. അമിതാഭ് ബച്ചൻ്റെ ആംഗ്രി യങ് മാൻ വേഷം വിജയമായതിനു ശേഷം പിന്നെ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും അതേ മോഡൽ ചിത്രങ്ങൾ തുടർച്ചയായി പുറത്തിറങ്ങി തുടങ്ങി. മലയാളത്തിൽ 2020 വിജയമായപ്പോൾ പിന്നെ മൾട്ടി സ്റ്റാർ ചിത്രങ്ങളുടെ നീണ്ട നിര. തമിഴിൽ രജനി ചിത്രങ്ങൾക്ക് ശേഷമുണ്ടായി ഇന്നും തുടരുന്ന രക്ഷകൻ ട്രെൻഡ്. പുലിമുരുകന് ശേഷം മലയാളത്തിന് ബിഗ് ബജറ്റ് എന്ന പേരിൽ പുറത്തിറങ്ങി പൊട്ടിച്ച് കളയുന്ന സിനിമകൾ. ബാഹുബലിക്ക് ശേഷമുള്ള പാൻ ഇന്ത്യൻ ട്രെൻഡ്. അതൊക്കെ ഈ കോപ്പിയടിക്ക് ഉദാഹരണങ്ങളാണ്. അതുതന്നെയാണ് എൻഡ് ഗെയിമിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന് ഇന്ത്യയിലുണ്ടായ സ്വീകാര്യത തിരിച്ചറിഞ്ഞ സിനിമാക്കാർ അതേ മാതൃക തൊട്ടതിനും പിടിച്ചതിനും ഫോളോ ചെയ്യാൻ തുടങ്ങി. ആദ്യം വന്നത് രോഹിത് ഷെട്ടിയുടെ കോപ്പ് യൂണിവേഴ്സാണ്. എൻഡ് ഗെയിമിന് മുൻപ്, അതായത് 2018 പുറത്തിറങ്ങിയ രൺവീർ സിംഗ് സിനിമ സിംബയിലാണ് ഇതിൻ്റെ സൂചനകൾ ഉണ്ടായത്. ആ ചിത്രത്തിൽ രോഹിത് ഷെട്ടിയുടെ സിംഗം സിനിമകളിലെ നായക കഥാപാത്രത്തെ അതിഥി വേഷത്തിൽ കൊണ്ടുവന്നിരുന്നു. 2021 റിലീസ് ചെയ്ത സൂര്യവംശി എന്ന അക്ഷയ് കുമാർ ചിത്രത്തിൽ അജയ് ദേവ്ഗണിൻ്റെ സിംഘവും രൺവീർ സിംഗിൻ്റെ സിംബയും അതിഥി വേഷത്തിലെത്തി. ഈ രണ്ട് സിനിമകളും വലിയ വിജയമായതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് 2024 പുറത്തിറങ്ങിയ സിംഗം എഗെയിനിൽ രോഹിത് ഷെട്ടി കുറച്ചുകൂടി വലിയ സ്കെയിൽ ഉപയോഗിച്ച് ചിത്രീകരിച്ചത്. ദീപിക പദുക്കോണിനെയും ടൈഗർ ഷെറോഫിനെയും പുതിയ പോലീസ് കഥാപാത്രങ്ങളായി കൊണ്ടുവന്ന ഈ സിനിമയിലും അക്ഷയും അജയും രൺവീറും ഒന്നിച്ചു. അവസാനം സൽമാൻ ഖാന്റെ പ്രശസ്ത പോലീസ് കഥാപാത്രം ചുൽബുൽ പാണ്ഡെ അതിഥി വേഷത്തിലെത്തിച്ചാണ് സിംഗം എഗെയിൻ അവസാനിക്കുന്നത്. എന്നാൽ നിരവധി മോശം അഭിപ്രായങ്ങൾ വന്ന ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. സിനിമയിലെ ലോജിക് പ്രശ്നങ്ങളും തെറ്റുകളും രാമായണൻ റെഫറൻസും ചൂണ്ടിക്കാട്ടി കോപ്പ് യൂണിവേഴ്സ് ഒരു ട്രോൾ മെറ്റീരിയലായി മാറി. ഇപ്പോൾ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ സജിയെ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി. മറ്റൊരു യൂണിവേഴ്സാണ് നമ്മുടെ സ്വന്തം ലോകേഷ് കനകരാജിൻ്റെ LCU. 2019 കൈദിയിലെ സംഭവങ്ങളുമായി കണക്ട് ചെയ്ത് 2022 കമൽഹാസൻ്റെ വിക്രം റിലീസ് ചെയ്തതോടെയാണ് LCU ഉണ്ടാകുന്നത്. ചിത്രം തമിഴ് സിനിമയിൽ ചരിത്ര വിജയമായി മാറി. ക്ലൈമാക്സിൽ മാർവലിലെ താനോസിന് സമാനമായ കൊടൂര വില്ലനായി സൂര്യയുടെ റോളക്സിനെ അവതരിപ്പിച്ച സീനൊക്കെ പ്രേക്ഷകർക്ക് വൻ ചില്ലിംഗ് മൊമെൻ്റാണ് സമ്മാനിച്ചത്. വളരെ ബ്രില്യൻ്റായ വിക്രത്തിൻ്റെ തിരക്കഥ കാരണം പ്രോപ്പറായി പ്ലാൻ ചെയ്ത് ആരംഭിച്ച യൂണിവേഴ്സ് അല്ലെങ്കിൽ പോലും യാതൊരുവിധ മുഴച്ചു നിൽക്കലും ലോജിക് പ്രശ്നവും ഇതിലുണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാം തകിടം മറിയുന്നത് ലിയോ റിലീസായതോടെയാണ്. ഒരു സ്റ്റാൻഡ് അലോൺ ചിത്രത്തിൻ്റെ സ്വഭാവമുള്ള സിനിമയെ LCUവിൽ കുത്തിക്കയറ്റാൻ നോക്കിയതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇതിലെ നെപ്പോളിയൻ കേമിയോയും വിക്രത്തിൻ്റെ വോയിസ് കേമിയോയും ഒന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയി. സിനിമയിൽ വിജയ്ക്ക് ഹീറോയിസം കാണിക്കാൻ വേണ്ടി മാത്രം ആഡ് ചെയ്ത പാസ്റ്റ് സീൻസ് വലിയ വിമർശനം നേരിട്ടു. വിജയ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതോടെ LCUവിൻ്റെ ഭാവിയിൽ ഈ കഥാപാത്രത്തിന് യാതൊരു പ്രാധാന്യവുമില്ലാതെ മാറി. എന്നാൽ LCU സിനിമകൾ അവസാനിച്ചിട്ടില്ല. ഭാവിയിൽ അവ പുറത്തിറങ്ങുക തന്നെ ചെയ്യും. എന്നാൽ ലിയോ എന്ന സിനിമ ഒരു പ്ലാനുമില്ലാതെ ചെയ്തത് കാരണം ആ ഫ്ലോ അങ്ങ് നഷ്ടപ്പെട്ടു. അടുത്ത യൂണിവേഴ്സിനെ നമുക്ക് ദീപാവലിക്ക് കത്തിക്കുന്ന റോക്കറ്റുമായിട്ട് താരതമ്യം ചെയ്യാം. ആദ്യം ഗംഭീരമായിട്ടൊക്കെ തുടങ്ങി, റെക്കോർഡ് കളക്ഷൻ ഉണ്ടാക്കി. പക്ഷെ പിന്നെ അങ്ങ് അണഞ്ഞു പോയ ഒന്ന്,
അതാണ് യാഷ് രാജ് ഫിലിംസിൻ്റെ സ്പൈ യൂണിവേഴ്സ്. 2012 ഏക് ഥാ ടൈഗർ, 2017 ടൈഗർ സിന്ദാ ഹേ, 2019 വാർ എന്നീ സിനിമകളെല്ലാം YRFൻ്റെ ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള സിനിമകളാണ്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ആരംഭിച്ചതാണ് സ്പൈ യൂണിവേഴ്സ്. 2023 ഷാരൂഖ് ഖാൻ്റെ പഠാനിലൂടെയാണ് സ്പൈ യൂണിവേഴ്സ് പ്രഖ്യാപിക്കുന്നത്. ഈ സിനിമ 1000 കോടി കളക്ഷൻ നേടി ഇൻഡസ്ട്രി ഹിറ്റായി മാറി. എന്നാൽ പിന്നീട് റിലീസ് ചെയ്ത സൽമാൻ ഖാൻ്റെ ടൈഗർ 3 ശരാശരി വിജയം മാത്രമാണ് നേടിയത്. പഠാൻ്റെ അതേ അവതരണവും തിരക്കഥയിലെ പോരായ്മകളും ചിത്രത്തിന് തിരിച്ചടിയായി. ഈ വർഷം പുറത്തിറങ്ങിയ ഹൃത്തിക് റോഷൻ്റെ വാർ 2 ആകട്ടെ വലിയ പരാജയവുമായി. ഇതോടെ ജൂനിയർ NTRൻ്റെ സോളോ സ്പൈ യൂണിവേഴ്സ് ചിത്രം YRF ഉപേക്ഷിച്ചു. ഷാരൂഖ് ഖാനും സൽമാനും ഒന്നിക്കുന്ന ടൈഗർ വേഴ്സസ് പഠാനും ഉപേക്ഷിച്ച വാർത്തകളാണ് കേൾക്കുന്നത്. അടുത്തതായിട്ട് പുറത്തിറങ്ങുന്നത് ആലിയ ഭട്ടിൻ്റെ ആൽഫയാണ്. എന്നാൽ ഇതിന് ശേഷം സ്പൈ യൂണിവേഴ്സിൻ്റെ ഭാവി എന്തെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. മല പോലെ വന്ന് എലി പോലെ പോയ ഒന്നാണ് അയൺ മുഖർജിയുടെ അസ്ത്രവേഴ്സ്. ഇന്ത്യൻ മിത്തോളജിയിലെ എലമെൻറ്റുകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ സിനിമയാണ് 2022 പുറത്തിറങ്ങിയ ബ്രഹ്മാസ്ത്ര പാർട്ട് 1 ശിവ. രൺബീർ കപൂർ നായകനായ ഈ സിനിമയിൽ ഷാരൂഖ് ഖാനും നാഗാർജുനയും എല്ലാം ചില സൂപ്പർ ഹീറോ കഥാപാത്രങ്ങളായി അതിഥി വേഷത്തിലെത്തിയിരുന്നു. നല്ല പ്ലാനിംഗ് ഉണ്ടായിരുന്നിട്ടും അത്യാവശ്യം നല്ല വിജയം നേടിയിട്ട് പോലും അസ്ത്രവേഴ്സിൻ്റെ ഭാവി എന്താണെന്നതും അത്ര വ്യക്തമല്ല. ബ്രഹ്മാസ്ത്ര പാർട്ട് 2 ദേവ് എന്നൊരു സിനിമ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും അയൺ മുഖർജിയുടെ വാർ 2 പരാജയപ്പെട്ടതോടെ ഈ സിനിമ മാറ്റിവെച്ചു എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. തെലുങ്കിൽ നിന്ന് വന്ന യൂണിവേഴ്സാണ് പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സ്. ബ്രഹ്മാസ്ത്രയ്ക്ക് സമാനമായി ഇന്ത്യൻ മിത്തോളജി അടിസ്ഥാനമാക്കിയിട്ടുള്ള സൂപ്പർ ഹീറോ ചിത്രങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ ആരംഭം എന്നോണം ഹനുമാൻ എന്നൊരു സിനിമ റിലീസ് ചെയ്തു. ഇതിന് മികച്ച അഭിപ്രായം ലഭിക്കുകയും വലിയ വിജയമാവുകയും ചെയ്തു. അധീര, ജയ് ഹനുമാൻ, മഹാകാളി എന്നീ സിനിമകൾ പിന്നാലെ പുറത്തു വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നതെങ്കിലും ഇതിൻ്റെ മറ്റ് അപ്ഡേറ്റുകളൊന്നും നിലവിൽ ലഭ്യമല്ല. ഹോളിവുഡ് ലെവലിൽ പുറത്തിറക്കി വൻ വിജയമായി മാറിയ തെലുങ്ക് പാൻ ഇന്ത്യൻ ചിത്രമാണ് കൽക്കി 2898 AD. റിലീസായപ്പോൾ തന്നെ നിരവധി ആരാധകരെ സൃഷ്ടിച്ച ഈ ചിത്രത്തിൻ്റെ ഭാഗമായി മറ്റ് നിരവധി ചിത്രങ്ങളും പുറത്തു വരുമെന്നായിരുന്നു സംവിധായകൻ നാഗ് അശ്വിൻ അറിയിച്ചിരുന്നത്. എന്നാൽ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ എന്നീ പ്രധാന താരങ്ങളൊക്കെ മറ്റ് ചിത്രങ്ങളുടെ പ്ലാനുമായി മുന്നോട്ട് പോയതോടെ കൽക്കിയുടെ ഭാവിയും ഇന്ന് പ്രതിസന്ധിയിലാണ്. റിലീസായ എല്ലാ സിനിമകളും വിജയിച്ച് 100% സക്സസ് റേഷ്യോയിൽ നിൽക്കുന്ന സിനിമാറ്റിക് യൂണിവേഴ്സാണ് മെഡോക് ഹൊറർ കോമഡി യൂണിവേഴ്സ്. ഇതുവരെ ഇന്ത്യയിൽ പുറത്തിറങ്ങിയിട്ടുള്ളതിൽ മിനിമം ഗ്യാരണ്ടിയുള്ള ഫ്രാഞ്ചൈസിയും അതുതന്നെയാണ്. ഇനി അറിയേണ്ടത് ലോകയുടെ ഭാവിയാണ്. മറ്റ് യൂണിവേഴ്സുകൾക്ക് സമാനമായി നനഞ്ഞ പടക്കമായി മാറുമോ അതോ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി കുതിക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം.